ഇന്ന് കടന്നു വന്നിരിക്കുകയാകുന്നുവല്ലോ. കഴിഞ്ഞ 34 ദിവസങ്ങളിലും നമ്മൾ ഓരോരോ ധ്യാനങ്ങളിൽ ഓരോ വ്യത്യസ്തങ്ങളായ ഓരോ വ്യക്തികളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ഓരോ ധ്യാനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ യാത്രകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ കാനായിൽ നിന്ന് തുടങ്ങി കാൽവറി ക്രൂശ് വരെയുള്ള ഓരോ യാത്രയുടെ ഓരോ യാത്രക്കാരാണ് നാം ഓരോരുത്തരും. ഓരോ ധ്യാന ചിന്തകളും നമ്മളെ ക്രൂശിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാനും ധ്യാനിപ്പാനും കഴിയണം. ഈ നോമ്പിന്റെ നാളുകളിൽ ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നാം കൂടുതൽ സമയങ്ങളെ ചെലവഴിക്കാനും ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നതിനും നമുക്ക് സാധിക്കണം. തിരുവചന ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. തിരുവചന വായന നമുക്ക് രണ്ട് രീതിയിൽ നിർവഹിക്കാം. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ അവര് ദൈവവചനം വായിക്കാനായിട്ട് അവർ താല്പര്യപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മധുരപലഹാരങ്ങളോ അല്ല ഐസ്ക്രീമുകളൊക്കെ കഴിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിച്ച് ദൈവവചനം വായിക്കുന്നതിനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിനെ ആസ്വദിച്ച് അതിനെ ധ്യാനിച്ച് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. ദൈവവചനത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു മനോഹരമായ ഒത്തിരി പൂക്കളൊക്കെ നിറഞ്ഞ ഒരു പൂന്തോട്ടത്തിൽ, അനേകം സസ്യങ്ങളൊക്കെ ഉള്ള ഒരു പൂന്തോട്ടത്തില്, അനേകം തേൻ നിറഞ്ഞ അനേകം പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ 3 സന്ദർശകർ അവിടെ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യമായി വന്നത് അവിടെ ഒരു ചിത്രശലഭമായിരുന്നു. അത് അവിടെയുള്ള പൂക്കളിൽ ഒക്കെ വന്നിരുന്ന് കുറച്ച് തേനൊക്കെ രുചിച്ചതിന് ശേഷം കുറച്ച് പൂമ്പൊടിയുമായിട്ട് അത് തിരിച്ച് യാത്രയായി. രണ്ടാമത് വന്നത് ഒരു സസ്യശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം വന്ന് ഒരു തടിച്ച പേനയും ബുക്കുമായിട്ടൊക്കെ കടന്നു വന്നതിന് ശേഷം അവിടെ ഒരു സസ്യങ്ങളിലൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തി കുറച്ച് വസ്തുക്കളൊക്കെ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹവും അവിടെ നിന്ന് കടന്നുപോയി. മൂന്നാമതായിട്ട് അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തേനീച്ചയാണ്. ആ തേനീച്ച വന്നതിന് ശേഷം ഓരോ പൂക്കളിലും അത് ചെന്നിരുന്നുകൊണ്ട് അതിന് ആവശ്യമാകുന്ന തേനും പൂമ്പൊടിയും ഒക്കെ ശേഖരിച്ചതിന് ശേഷം അത് അവിടെ നിന്ന് സംതൃപ്തിയോടുകൂടെ കടന്നു പോകുന്നതായിട്ട് വായിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാം എങ്ങനെയാണ് തിരുവചനമാകുന്ന പൂന്തോട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവവചനത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നമ്മുടെ സഭയായി ഇന്ന് ചിന്തിക്കാനായിട്ട് തന്നിരിക്കുന്ന വിഷയം ശരീരമാകുന്ന വിത്ത് എന്നുള്ളതാണ്. ദ സീഡ് ദാറ്റ് ബിക്കംസ് ദ ബോഡി. അതിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപിടത്തിലായിരിക്കുന്ന അടിയങ്ങളെ നിന്റെ സന്നിധി താഴ്ത്തി സമർപ്പിക്കട്ടെ കർത്താവേ. നിന്റെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽപ്പാൻ തക്കോണം അടിയനെ അവിടെ നിന്ന് ബലപ്പെടുത്തിയല്ലോ കർത്താവേ. നിന്റെ വചനങ്ങളെ ധ്യാനിപ്പാൻ തക്കോണം അടിയന് കഴിവില്ല കർത്താവേ. അവിടുന്ന് അടിയനെ സഹായിക്കണമേ. ദൈവകൃപയിൽ അടിയനെ നിർത്തിക്കൊള്ളണമേ കർത്താവേ. അടിയന്റെ വായിലെ വാക്കുകളും ദൈവമേ കേൾക്കുന്ന നിന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. യഹൂദന്മാരുടെ പെരുന്നാളിന് കടന്നു വന്ന ചിലരില് ചില യവനന്മാരുണ്ടായിരുന്നു. അവര് യേശുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കിലേക്ക് ഫിലിപ്പോസ് ഈ യവനന്മാരെ കൊണ്ടുവരുന്നത്. യേശുവിനോടൊത്തുള്ള തങ്ങളുടെ കൂടിക്കാഴ്ചയിൽ യവനന്മാരോട് യേശു പ്രസ്താവിക്കുന്ന ഒരു വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ് യവനന്മാരെ യേശുവിലേക്ക് ആകർഷിച്ചത്. അവിടെ യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവർ കണ്ടത് മൂലം യേശുവിനെ അനുഗമിപ്പിക്കാനായിട്ട് അവർ ഇച്ഛിച്ചിട്ടാണ് യേശുവിന്റെ അടുക്കിലേക്ക് ഇവർ വരുന്നത്. പക്ഷെ യേശു ക്രിസ്തു അവിടെ ഒരു വിത്തിന്റെ ഉപമയിലൂടെ തന്റെ ജീവനെ കുറിച്ച്, അല്ലെങ്കിൽ തന്റെ ജീവിതം തേജസ്കരിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ യേശു അവരോട് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഗോതമ്പ് ഈ പാലസ്തീന പ്രദേശത്ത് അവിടുത്തെ കൃഷി അത് വളരെ പരിചിതമായി അവർക്കായിരുന്നത് കൊണ്ടായിരിക്കണം യേശു ഈ ഗോതമ്പിന്റെ ഉപമ അവിടെ പറയാനായിട്ട് ഇടയായി തീർന്നത്. നമുക്ക് ചിന്തിക്കാം, ഈ ഗോതമ്പ് മണി നമ്മൾ എങ്ങനെയാണ് നിലത്ത് വീണത് അഴുകിയെങ്കിൽ മാത്രമേ നമുക്ക് ഗോതമ്പ് മണിക്ക് ഒരു വിത്തായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ജീവന്റെ വിത്താകുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിൽ പാകപ്പെടുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുമ്പോൾ അത് നമുക്ക് ഫലം കൊടുക്കണമെങ്കിൽ നല്ല നിലമുണ്ടെങ്കിൽ മാത്രമേ ഒരു വിത്തിന് നല്ല ചെടിയായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പൊ നല്ല ഒരു വിത്ത് തന്നെ, അതുപോലെ സ്വർണത്തിന്റെ തളികയിൽ നമ്മൾ അടച്ചു വെച്ചാലും അതിന് ഫലം കായ്ക്കാനായിട്ട് കഴിയുകയില്ല. അതിന് ഫലം കായ്ക്കണമെങ്കിൽ അതിന് ഒരുക്കപ്പെട്ട ഒരു നിലം ആ വിത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ശരീരം ഈ വചനമാകുന്ന വിത്തിനെ വിളയിക്കുന്ന നല്ല നിലങ്ങളാക്കി ഒരുക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു വിത്ത് വളർന്ന ചെടിയായി അതൊരു വൃക്ഷമായി മറ്റുള്ളവർക്ക് തണലും ഫലവും നൽകുന്നത് പോലെ നമ്മുടെ ശരീരം ദൈവത്തിന് പ്രയോജനമുള്ള ഇതാക്കി തീർക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിനെക്കുറിച്ച് ഞാനിന്ന് 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഇത് സമർപ്പണത്തിന്റെ വിത്തായിരിക്കണം. സീഡ് ഓഫ് ഡെഡിക്കേഷൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവിതം നമുക്ക് വേണ്ടി യാഗമായി സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് ഇടയാകണം. നമ്മുടെ സ്വാർത്ഥതയും അകന്തതയും മണ്ണിൽ വീണ് നശിക്കുമ്പോഴാണ് നാം നല്ല വിത്തുകളായിട്ട് തീരുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങളുടെ ജീവിതങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് നമ്മൾ റോമർ 12:1 നമുക്ക് ഇപ്രകാരം വായിക്കാനായിട്ട് കഴിയുന്നു. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് നമ്മൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ദാനിയേലും കൂട്ടരും അവര് ദൈവസന്നിധിയിൽ വളരെ രാജാവിന്റെ സന്നിധിയിൽ സുഖസമൃദ്ധിയിൽ ജീവിച്ചിട്ടും തങ്ങളുടെ ജീവിതം രാജാവ് തരുന്ന ഭോജനം കൊണ്ടോ ഭക്ഷണം കൊണ്ടോ തങ്ങളുടെ ശരീരങ്ങളെ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ തീരുമാനിച്ചു. ആ തീരുമാനം ദാനിയേലിന്റെ തീരുമാനം ദാനിയേലിന് ഒരു മഹത്വ പ്രത്യാശയ്ക്കായിട്ട് ഇടയാക്കി തീർത്തു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ രണ്ടാമതായിട്ട് സ്വയം പരിത്യാഗം, സെൽഫ് റിനൗൺസേഷൻ. നമ്മുടെ ജീവിതത്തെ മാത്രം നമ്മൾ സ്നേഹിക്കാതെ, സ്വന്തം ജീവനെ സ്നേഹിക്കാതെ ദൈവഹിതത്തിന് അനുരൂപമായി നമ്മുടെ ജീവനെ തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ഫലം കായ്ക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല വിത്തുകളായിട്ട് തീരാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ നമ്മൾ ബലി കഴിക്കുമ്പോഴാണ് നമ്മൾ നല്ല വിത്തുകളായിട്ട് തീരുന്നത്. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നുണ്ട്, കർത്താവ് അവസാന സമയത്ത് വളരെ വേദനയിലായിട്ട് പറയുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സ്വയം പരിത്യാഗം ചെയ്തതിലൂടെ നമുക്ക് വീണ്ടെടുപ്പിന്റെ നമുക്ക് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നമുക്ക് പ്രദാനം ചെയ്തു. ഒരു വിത്ത് നിലത്ത് വീണ് അഴുകുന്നതിലൂടെ മാത്രമേ അതിന് പുതിയ ജീവൻ നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ കർത്താവ് പറയുന്നുണ്ട്, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നു. നമ്മുടെ നമ്മുടെ അഹന്തകളെ, നമ്മുടെ അഹങ്കാരങ്ങളെ, നമ്മുടെ പാപങ്ങളെ ഒക്കെ നമ്മൾ ത്യജിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കർത്താവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വയത്തെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിത്തുകളായിട്ട് ഫലം കായ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ഇത് വെറും ഒരു ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, നമ്മുടെ അകത്തെ ഒരു മാറ്റം കൂടെയാണ് ഈ നോമ്പിന്റെ നാളുകൾ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ അഹങ്കാരം, കോപം, സ്വാർത്ഥത ഇവ മരിച്ചെങ്കിൽ മാത്രമേ പുതിയ ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ നിത്യജീവൻ നമ്മൾ ഇവിടെ ഗലാത്യർ 6:6, 6, 7, 8 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന്. ശരീരത്തിനായി വിതയ്ക്കുന്നവൻ ശരീരത്തിനായിട്ട് നാശം കൊയ്യുമെന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത്, നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് മാത്രമേ നമ്മളെ അമർത്തി കുലുക്കി കൊടുക്കുന്ന ഒരു അളവ് മാത്രമേ നമുക്കും ദൈവം തരാനായിട്ട് ഇടയാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന നന്മയും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന സ്നേഹവും മറ്റുള്ളവർക്ക് നമ്മൾ കാണിക്കുന്ന സ്നേഹവും ആർദ്രതയും കരുണയും മാത്രമാണ് നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പുകാലത്തിന്റെ സന്ദേശങ്ങളായിട്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കണം. ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നിയന്ത്രിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമക്കളായിട്ട് ആയിരിക്കാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്തയായി മഹത്വീകരണത്തിന്റെ വഴി, പാത്ത് ഓഫ് ഗ്ലോറിഫിക്കേഷൻ. ഇവിടെ നമുക്ക് കാണുന്നത്, യേശു തന്റെ മരണത്തെ ഭയപ്പെടാതെ ക്രൂശിലേക്ക് അവൻ കഷ്ടം സഹിച്ചുകൊണ്ട് ക്രൂശിലേക്ക് കയറി. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ഒരു പ്രത്യാശ നൽകിയിട്ടുണ്ട്, നിത്യജീവന്റെ പ്രത്യാശ. എന്താണ് നിത്യജീവൻ? ഒരു അധർമ്മ ശക്തിക്കോ മരണത്തിനോ തകർപ്പാൻ കഴിയാത്തതായ ജീവന്റെ ഗുണപരമായ അവസ്ഥയും അനുഭവമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ ദൈവം നമുക്ക് ദാനം ചെയ്തു. നമ്മുടെ ശരീരം മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ടാലും നമ്മൾ സ്വയം ആകുന്നതിലൂടെ നമ്മൾ തേജസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിതയ്ക്കുന്നത് ഒരു ചെറിയ വിത്താണെങ്കിലും അത് വളർന്ന് വലുതായി ഫലം തരുന്നത് പോലെ നമ്മുടെ ജീവന്റെ അംശം അടങ്ങിയിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ ഈ മണ്ണിൽ നമ്മൾ നിക്ഷേപിച്ചാലും ജീവന്റെ വിത്തുകളായി അല്ലെങ്കിൽ ജീവന്റെ വൃക്ഷങ്ങളായി വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം.
പുതുജീവന്റെ ഒരു അനുഭവം ഈ ഒരു വിത്ത് നമ്മൾ മണ്ണിലിടുമ്പോൾ അത് ഇരുട്ടിലും മരണത്തിന്റെ ആഴങ്ങളിലുമാണ് ആയിരിക്കുന്നത്. എങ്കിലും അതിനകത്ത് ജീവന്റെ നാമ്പുകൾ മുളയ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതം എത്ര വേദനയിലൂടെ ആഴങ്ങളിലൂടെയുള്ള വേദനയിലൂടെ കടന്നു പോയാലും നാളെ എൻ്റെ ദൈവം എനിക്ക് പുതുജീവൻ തരും, അല്ല ഈ സങ്കടങ്ങളൊക്കെ നമുക്ക് നേരിടുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തരും എന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. പ്രിയ ദൈവ മക്കളെ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ നോമ്പിന്റെ നാളുകൾ നമ്മൾ വെറും ആചരണങ്ങളായി തീരാതെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നതിനും നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള യാഗങ്ങളായിട്ട് സമർപ്പിക്കുന്നതിനും കഴിയട്ടെ. കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങളുടെ ജീവിതങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയുന്നു. നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കായിട്ട് അത്രയും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നല്ല വിത്തുകളായി ജീവിച്ച് നല്ല ഫലം കൊടുക്കുവാനും നല്ല ആത്മീയ വരങ്ങളെ ഫലപ്പിടിക്കുന്നവരായിട്ട് തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.